തൃശൂർ തിരിച്ചുപിടിക്കാൻ പ്രത്യേക തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയാൻ CPI. BJPക്ക് പിന്നാലെ കോൺഗ്രസും തൃശൂരിൽ പ്രചാരണം നടത്തുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ തീരുമാനം. പുതിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ സ്ഥാനാർത്ഥി നിർണയത്തിന് കാക്കരുതെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, CPI സംബന്ധിച്ച് തൃശൂർ നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രിയൊക്കെ വന്ന് BJPയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ വർദ്ധിക്കാൻ ഇടയുണ്ട് എന്നൊക്കെയുള്ള കണക്കുകൂട്ടലിലായിരിക്കുമല്ലോ CPIയുടെ മറുതന്ത്രം. എന്തൊക്കെയാണ് ഈ പുതിയ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, തൃശ്ശൂരിൽ ഇതിനോടകം തന്നെ BJP കാര്യമായിട്ടുള്ള പ്രചരണ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരംഭം കുറിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി. അതുമാത്രവുമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചും തൃശ്ശൂരിൽ കാര്യമായ ശ്രദ്ധ അവർ കൊടുക്കുന്നുണ്ട്. അടുത്ത മാസം കോൺഗ്രസിന്റെ മഹാസമ്മേളനം, KPCCയുടെ മഹാസമ്മേളനം അവിടെ നടക്കാൻ പോവുകയാണ്. AICC ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നേരിട്ട് അവിടേക്ക് എത്തും. ഈ സാഹചര്യത്തിൽ CPIയിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് CPI തൃശ്ശൂരിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം എന്നാണ് CPI എക്സിക്യൂട്ടീവിൽ അഭിപ്രായം ഉയർന്നു വന്നത്. തൃശൂർ തിരിച്ചുപിടിക്കാൻ പ്രത്യേക പ്രചരണ തന്ത്രം ആവിഷ്കരിക്കും. കോൺഗ്രസിന്റെ പരിപാടി കൂടി കഴിഞ്ഞ് തന്ത്രം തയ്യാറാക്കാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി തൃശൂർ മാറുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അവിടെ കൂടുതൽ ശ്രദ്ധ വേണം, കരുതലോടുകൂടിയുള്ള സമീപനങ്ങൾ വേണം. പ്രത്യേകിച്ച് വിവാദ വിഷയങ്ങളടക്കം തൃശ്ശൂരിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തൃശ്ശൂരിൽ പ്രത്യേക പരിപാടികൾ ആവിഷ്കരിക്കാനാണ് നിലവിൽ ഇപ്പോൾ CPI തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകരുതെന്നും CPI എക്സിക്യൂട്ടീവിൽ അഭിപ്രായം ഉയർന്നു. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണം, സ്ഥാനാർത്ഥി നിർണയത്തിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ കാക്കരുതെന്നും എക്സിക്യൂട്ടീവിൽ ചില അംഗങ്ങൾ അഭിപ്രായം ഉയർത്തി. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയും ഒരു ഘടകമാണ്. പുതിയ സാഹചര്യത്തിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഉചിതമാകും എന്നുള്ള അഭിപ്രായം കൂടി എക്സിക്യൂട്ടീവിൽ ഉയർന്നിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, CPI ഇത്തവണ തൃശ്ശൂരിൽ പരിഗണിക്കുന്നവർ ആരാണ് എന്നതിൽ എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ ഇപ്പോൾ? നിലവിൽ ഇപ്പോൾ ഈ ഉയർന്നു കേട്ട പേരുകൾ, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അങ്ങനെ ഒരു പേരിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു. അങ്ങനെ പരസ്യ പ്രതികരണത്തിലേക്കടക്കം കാര്യങ്ങൾ പോകേണ്ട. നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആലോചനാ യോഗങ്ങൾ അത് ഔദ്യോഗികമായി തുടങ്ങിയതിന് ശേഷം മാത്രം അങ്ങനെയുള്ള ഒരു സ്ഥിരീകരിച്ച വിവരങ്ങളിലേക്കും അഭിപ്രായ പ്രകടനങ്ങളിലേക്കും അവകാശവാദങ്ങളിലേക്കും പോയാൽ മതി എന്നുള്ളതാണ് CPIയുടെ നിലവിലത്തെ തീരുമാനം. ഗോപികൃഷ്ണൻ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.